Hi everyone, welcome back to Darshana Spicy World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആയിട്ടാണ് കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ പോപ്പുലർ ആയിട്ടുള്ളതും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള സീഡ്സ് ഒക്കെ തന്നെ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വളവും മണ്ണും ആവശ്യമില്ലാത്തതുമായ ഇവ സീഡ്സ് നട്ട് 2 ഇല വരുന്ന പാകമാകുമ്പോൾ നമുക്ക് തണ്ടോട് കൂടി തന്നെ മുറിച്ച് തോരനോ കറിയോ വെക്കാവുന്നതാണ്. വെറും 7 ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡാണിത്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ചെറുപയറാണ് ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. തലേ ദിവസം രാത്രി ഇട്ട് വെച്ചു, പിറ്റേ ദിവസം രാവിലെ എടുത്തു. അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കമ്പി, കത്തി എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അത് തിക്കി അങ്ങനെ ഇട്ട് കൊടുക്കരുത്, ഒന്നിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഒരു കറക്റ്റ് ലെവലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബോക്സ് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ടച്ച് ചെയ്യാൻ പാകത്തിൽ മാത്രം വെച്ച് കൊടുക്കുക. വെള്ളത്തിൽ അങ്ങ് മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞു പോവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്യാൻ പാകത്തിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു വിൻഡോ സൈഡിലോ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വേറൊരു ബോക്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ ചകിരിച്ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ചകിരിച്ചോറ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചകിരിച്ചോറ് ഒരു 2 ഇഞ്ച് ഹൈറ്റിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇതുപോലെ കുതിർത്തെടുത്തിട്ടുള്ള മുതിരയാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുതിര ഇട്ടതിന് ശേഷം അതിന് മുകളിലും കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് വിഷമില്ലാതെ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ ഒരു പ്ലാന്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന ന്യൂട്രിയൻസ് ലെവലിലും ഇരട്ടിയാണ് അതിൻ്റെ തന്നെ ബേബി പ്ലാന്റ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഇലക്കറിയാണ് മൈക്രോഗ്രീൻസ് കേട്ടോ. ഇപ്പോൾ പയറുവർഗ്ഗങ്ങളിൽ ഏത് തന്നെയെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കടല, പയർ, ഉലുവ, ഗ്രീൻ പീസ്, മുതിര, അങ്ങനെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സീഡ്സ് കുതിർത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും മുതിര നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചെറുപയറും നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ചെറുപയർ കണ്ടോ നന്നായിട്ട് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുതിരയും അതെ, നന്നായിട്ട് ഇതാ ഇലയൊക്കെ വന്നിട്ടുണ്ട്. മുതിരയ്ക്ക് മാത്രം ഞാൻ രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചെറുപയർ കണ്ടോ 3rd ഡേ ആയപ്പോഴത്തേക്കും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മുതിരയാണെന്നുണ്ടെങ്കിലും അതെ, നന്നായിട്ട് ഇതാ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്, ഇല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, മുതിര കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാൻ 2 നേരം വാട്ടർ കൊടുക്കുന്നുണ്ട്. ഞാനൊരു വിൻഡോ സൈഡിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 4th ഡേ ആയപ്പോഴത്തേക്കും ചെറുപയർ നന്നായിട്ട് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം മാത്രം ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്, അതുകൊണ്ടാണ് നമ്മളിത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വാട്ടർ. പിന്നെ ഒട്ടും തന്നെ ഇവയ്ക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും തന്നെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് എവിടെ വേണമെങ്കിലും ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. കിച്ചണിലോ ടേബിൾ ടോപ്പിലോ ഹോളിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുതിരയാണെന്നുണ്ടെങ്കിലും 4th ഡേ ആയപ്പോഴത്തേക്കും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ 7 ദിവസം വേണമെന്നൊന്നുമില്ല, ഒരു 5 ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് വളർച്ച വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ. ഇപ്പം നമുക്ക് ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ മൈക്രോഗ്രീൻസ്. മണ്ണൊന്നും വേണ്ട, വെള്ളത്തിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പറിലും ടിഷ്യൂലും ഒക്കെ വളർത്തിയെടുക്കാം. ഇപ്പോൾ 5th ഡേ ആയപ്പോഴത്തേക്കും രണ്ടും നന്നായിട്ട് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ 6th ഡേ ആയപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വളർച്ച തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൈക്രോഗ്രീൻസ് ഇന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അത് കണ്ടോ, സൺലൈറ്റ് കിട്ടുന്ന ആ സൈഡിലേക്ക് അങ്ങ് വളർന്ന് പോവുമായിരുന്നു. അപ്പം അതാണ് ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചത്. റൂട്ടൊക്കെ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് കൈ കൊണ്ട് തന്നെ പോരുന്നുണ്ടായിരുന്നു, ഇളകി പോരുന്നുണ്ട്. നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെ അത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എല്ലാം അങ്ങ് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ റൂട്ട്സ് ഒന്നും ഉപയോഗിക്കില്ല. റൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. ഇപ്പോൾ കറി വെക്കുകയാണെങ്കിലും തോരൻ വെക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. റൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് അതുപോലെ ഈ മുതിര കൂടി അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് നമ്മൾ ചകിരിച്ചോറിൽ വെച്ചത് കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇത് തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്നും വിഷമുള്ളത് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഈ റൂട്ട്സ് ഒക്കെ കളയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ ചകിരിച്ചോറിൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം കണ്ടോ റൂട്ട്സ്. ഇപ്പം ഞാൻ റൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാ റൂട്ട്സും കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പം കണ്ടോ, ഞാനത് കഴുകിയെടുത്തിട്ട് ഇതുപോലെ സിസർ വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ കൂടെ തോരൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടോ, സവാള നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ മുട്ട അങ്ങ് ഒഴിച്ചു കൊടുത്തു. മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ വേറെ എരിവിന് വേണ്ടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈക്രോഗ്രീൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.